50-ാം വാർഷിക പതിപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പ് വായിച്ചു നോക്കി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ SYS നേതാവ് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകുന്നുവെന്ന കാന്തപുരം യുവജന വിഭാഗം നേതാവ് മാളിയേക്കൽ സുലൈമാൻ സഖാഫി. ജമാഅത്തെ ഇസ്ലാമി കശ്മീരിലെ 9 തീവ്രവാദ സംഘടനകൾക്ക് സംഘടനാപരമായി നേതൃത്വം നൽകുന്നു, ആശയങ്ങൾ പകർന്നു നൽകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പിൽ ഇതിന് തെളിവുണ്ടെന്നും മാളിയേക്കൽ സുലൈമാൻ സഖാഫി പറയുകയാണ്. കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വ്യത്യസ്ത രൂപങ്ങളിൽ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്നും വിമർശനമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പ് വായിച്ചു നോക്കിയാൽ കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾ 9 തീവ്രവാദ സംഘടനകൾ, ആ 9 തീവ്രവാദ സംഘടനകൾക്കും സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്നതും ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിച്ച പ്രസിദ്ധീകരണം. അനൽക സേതുണ്ട് കോഴിക്കോട് നിന്ന്. അനൽക, ഈ മാളിയേക്കൽ സുലൈമാൻ സഖാഫിയുടെ വിമർശനം ഗൗരവതരമാണ്. കാരണം കശ്മീരിലെ ഈ ഭീകര സംഘടനകൾക്ക്, കശ്മീരിലെ തീവ്രവാദ സംഘടനകൾക്ക് സംഘടനാപരമായ നേതൃത്വം നൽകുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഈ വിമർശനം ഉന്നയിക്കപ്പെട്ട സാഹചര്യം ഏതാണ്? എവിടെ വെച്ചായിരുന്നു വിമർശനം? സേതുലക്ഷ്മി, നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ തൃശ്ശൂർ നടന്ന SYSന്റെ കേരള യുവജന സമ്മേളനത്തിലാണ് SYSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കാന്തൂർ വിഭാഗം യുവജന വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. അതായത് കാശ്മീരിലെ 9 തീവ്രവാദ സംഘടനകൾക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി സംഘടനാപരമായി നേതൃത്വം നൽകുന്നു, കൂടാതെ ആശയപരമായി പിന്തുണ നൽകുന്നൊരു വിമർശനമാണ് നടത്തിയത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഇപ്പോൾ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് മുസ്ലിം സമുദായത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയും വ്യത്യസ്ത രൂപങ്ങളിൽ നുഴഞ്ഞു കയറാനുള്ളൊരു സാഹചര്യമുണ്ടെന്ന് മാളിയേക്കൽ സുലൈമാൻ സഖാഫി ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള അബ്ദുല്ല മൗദൂദിയെ ജമാഅത്ത് ഇസ്ലാമിയുടെ പല നേതാക്കന്മാർ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും, എന്നാൽ ഈ മൗദൂദിയുടെ പല സാഹിത്യ കൃതികളും, അതായത് ഈ ജമാഅത്ത് ആശയധാര പ്രചാരത്തിന് വേണ്ടി അബ്ദുല്ല മൗദൂദി എഴുതിയിട്ടുള്ള പല സാഹിത്യ കൃതികളെയും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് പിൻവലിക്കാനോ വിപണികളിൽ നിന്ന് പിൻവലിക്കാനോ ഒന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല എന്നൊരു വിമർശനവും സഖാഫി ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ, ഈ അടുത്ത് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സമീപകാലത്തൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം CPM അതേപോലെ തന്നെ ഈ സമസ്തയുടെ മറ്റ് പല നേതാക്കന്മാരും അത്തരത്തിലൊരു ആശങ്ക ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം, ഈ ജമാഅത്തെ ഇസ്ലാമി മുമ്പൊക്കെ തന്നെ ഈ കഴിഞ്ഞൊരു 30 വർഷത്തിനിടയ്ക്ക് 30-40 വർഷത്തിനുള്ളിലാണ് ജമാഅത്തെ ഇസ്ലാമി 30 വർഷത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നതൊക്കെ തന്നെ അതൊരു തെറ്റാണെന്നുള്ളൊരു ആശയപ്രചാരണമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് അതിൽ ജമാഅത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഭരണഘടന ഭേദഗതി ചെയ്ത് ഇത്തരം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തും സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിലപാട് മാറ്റി ജമാഅത്ത് ഇസ്ലാമിക്കിടയിൽ നിന്നും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ സഖാഫി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ RSSനെ പോലെ അല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ സംഘടനകളെ പോലെ ചാരിറ്റി അല്ലെങ്കിൽ ചാനൽ, പത്രം, പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തിനകത്ത് ഈ ജമാഅത്ത് ഇസ്ലാമി നുഴഞ്ഞു കയറാനുള്ളൊരു സാധ്യതയുണ്ടെന്നും സഖാഫി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ അടുത്ത് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദ സ്വഭാവം
ഉണ്ടെന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ ഈ കാശ്മീരിലുള്ള ഒരു തീവ്രവാദ സംഘടനകളുമായിട്ടും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാം മറ്റ് സംഘടനകളുമായിട്ട് ഒന്നും ബന്ധമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പി മുജീബ് റഹ്മാൻ തന്നെ വ്യക്തമാക്കിയിരുന്നാൽ അത്തരമൊരു ഘട്ടത്തിലാണ് അത്തരമൊരു പ്രസ്ഥാനം നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇന്നലെ ഈ കേരള യുവജന സമ്മേളനത്തിൻ്റെ സമാപന വേദിയിൽ, അതായത് കാന്തപുരം ഉസ്താദും മന്ത്രി വി അബ്ദുറഹ്മാനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇരിക്കുന്ന വേദിയിൽ ഇത്തരത്തിലുള്ള വിമർശനത്തിന് മാളിയേക്കൽ സുലൈമാൻ സഖാഫി മുതിർന്നത്. സേതുലക്ഷ്മി. ശരി അനിൽക്ക.